റിമ്മി ചേച്ചി, ഇനി നമ്മള് കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ വരികയാണ്. എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അണ്ണനെത്താണ് ഫേവറേറ്റ് റൗണ്ടില്. വിളിച്ചേക്കാം അല്ലേ? So let's welcome അണ്ണൻ on stage. അണ്ണൻ എന്തോ വരുന്നു അണ്ണന്റെ കയ്യിൽ. അണ്ണൻ എന്തോ കയ്യിൽ താങ്ങി നടക്കും. ഇത് ആർക്കോ വേണ്ടി ഒരുങ്ങി റിമിമോക്കാണ്. ലവിന്റെ ചിഹ്നമാണ്. ലവ് ചിഹ്നമാണ്. നമ്മളെ മൈൻഡ് വരെ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നിട്ട് ഇതെന്താ യൂട്ട് എടുക്കാനുള്ള ഒരു വഴിയായിരുന്നു. അല്ല പിന്നെ അതിലേ വന്നത് ഞാനിങ്ങോട്ട് ഒതുങ്ങി കൊടുക്കാം. ചിലപ്പോ എന്നെ വേണ്ടി ഇടിച്ചിട്ടാലോ. നിങ്ങളൊക്കെ കണ്ടോ കൊതിച്ചോ? അതായിരിക്കും ഉദ്ദേശം. റിമ്മി ചേച്ചി അറിയാത്ത പോലെ എന്താണ് ഇന്ന് സ്പെഷ്യല്? I miss you റിമി മോളെ. കേട്ടില്ല. എങ്ങനെയുണ്ട്? ഇത് പോരെ എനിക്ക്. ഇത് നിന്നെ ആരെങ്കിലും ഉന്തിത്തള്ളി പറഞ്ഞു വിട്ട പോലെ ഉണ്ടല്ലോ. മനസ്സിന്ന് പറയുന്നാണോ ആരോ തള്ളി വിട്ട പോലെ? കുറച്ചുകൂടി ഒരു ആത്മാർത്ഥത വേണം അല്ലേ പറയണേ. ഇതെന്തോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ട പോലെയാണോ? ഇത് ശരിയാവത്തില്ല. പറ എന്താ ഒന്നുകൂടി പറഞ്ഞ എങ്ങനെയാന്ന്? I miss you റിമി. സുഖമൊക്കെ മാറിയ? അയ്യോ എന്തൊരു സ്നേഹം. ആര് പറഞ്ഞു? ഇവിടെ നമ്മളൊക്കെ ഇവിടെ ആർക്കും അറിയില്ലല്ലോ എനിക്ക് അസുഖം വന്ന കാര്യമൊന്നും അറിയില്ലല്ലോ. ആര് പറഞ്ഞു? അണ്ണൻ ചോദിച്ചു ഇവിടെ ആരോടേലും ഞാൻ എന്താ വരാത്തേന്ന് ചോദിച്ചോ? വിഷ്ണുട്ടനോട് ചോദിച്ചു. ലൈവായിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കാണല്ലോ. കണ്ടോ ഞാൻ ഇല്ലാത്തപ്പോ ഒരാൾ പോയി ചോദിച്ചു. ഓരെ ഇതിനപ്പുറം ഒരു സ്നേഹം ഇനി എവിടെ കിട്ടാനാ? ഇതിന്റെ പേരാണ് യഥാർത്ഥ പ്രണയം. ഇതാണ് നിഷ്കളങ്ക പ്രണയം. മനസ്സിലായോ? ഇതാണ് നിഷ്കളങ്ക. എടാ നിഷ്കളങ്ക നന്നായിട്ട് പാടണം കേട്ടാ. ഓക്കെ. ആര്യനോട് പറയണ്ട. അതിന്റെ ക്ലൈമാക്സ് ആണ്. അതെ പോവാൻ നേരത്തെ തിരിഞ്ഞിട്ട് ആര്യനോട് പറയണ്ട, നടന്നതൊക്കെ നടന്നു. എല്ലാവർക്കും ഞാൻ എന്തോ എവിടെയോ പോയെന്ന് മാത്രമേ അറിയുള്ളൂ. എന്താണ് കാരണം ഞാൻ വരാതിരുന്നെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഒരേ ഒരാള് പോയി ചോദിച്ചത്. എന്തോ വയ്യായികയുണ്ട്. മാത്രമല്ല അവൻ ആള് മാറി. കണ്ടില്ലേ? സ്പൈക്ക് സ്പൈക്ക് അടിച്ച ഡ്രസ്, അവന്റെ കോസ്റ്റ്യൂം കണ്ടോ? അവന്റെ രൂപവും ഭാവവും എല്ലാം മാറി. എല്ലാം ഓക്കെയാണ് അണ്ണ. പക്ഷെ ആ ഏകാന്ത ചന്ദ്രികയിൽ നീ പോണ്ടായിരുന്നു. ആ 4 പേരുടെ കൂടെ അണ്ണനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അണ്ണൻ നല്ല ഡയലോഗ് ഇട്ടു. അതെ എന്തോ ഇവിടെ നടക്കുന്നേ. അണ്ണന് താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അവര് നിർബന്ധിച്ചതിന്റെ അങ്ങനെയല്ല ഡയലോഗ്. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താണോ മാറി? അതെ അവളുടെ മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. എനിക്കിനി മുഖം കാണുന്നില്ല. ഈ കണ്ടീഷനിൽ ഞാനോ റിമിമോക്ക് ഫീൽ ചെയ്തു. ഇല്ല കുഴപ്പമില്ല. പക്ഷെ ഫീൽ ചെയ്തു. പക്ഷെ ഇതിലെല്ലാം ഞാൻ ഇതിലെല്ലാം മാറി. ഞാനിന്ന് അണ്ണന്റെ പാട്ടാ പാടും. എന്റെ പാട്ടോ? അപ്പൊ നിനക്ക് എന്നെ സ്നേഹമാ. അതെ. ഫേവറേറ്റ് റൗണ്ടിൽ പിന്നെ അണ്ണന്റെ പാട്ടല്ലാണ്ട് ഏതാ? പിന്നെ അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ ഒരു ചൊല്ലു പറയാം. അല്ലാതെ പിന്നെ ലിറിക്സ് കൈതപ്രം സാറ്, പിന്നെ സംഗീതം ചെയ്ത ജോൺസൺ മാഷ്, സിനിമ കിരീടം, വർഷം 1989, പാടിയത് നമ്മുടെ അണ്ണൻ. എന്നാ പാട്ടാ ഇത്? അവാർഡ് വിന്നിംഗ് സോങ്. എപ്പ കേട്ടാലും മുത്ത്. ഇതിനകത്ത് കിരീടത്തിൽ 2 പാട്ടുണ്ടായിരുന്നു. ഞാന് ഡ്യുവറ്റ് സോങ് അല്ലേ? ഒരു ഡ്യുവറ്റ് സോങ് അല്ലേ രാവിലെ കേട്ടോണ്ടിരുന്നത് പോയപ്പോ? നിനക്കെങ്ങനെ അറിയാം? അവൻ മൊത്തം പഠിച്ചിട്ട് വന്നിരിക്കുക. അതെ അതാ എനിക്ക് ഇഷ്ടായെന്ന് പറഞ്ഞില്ലേ? അതെ. എനിക്ക് ചെന്നപ്പോ റെക്കോർഡിംഗ് ചെന്നപ്പം ഒരു മനോഹരമായിട്ട് ഒരു ഡ്യുവറ്റ് പാട്ട് കഴിഞ്ഞ് കേട്ടോണ്ടിരിക്കുക. അന്ന് 7 to 1 2 to 9 ആണ്. 1 മണിക്ക് പാട്ട് കേട്ടു. അതിമനോഹരമായിട്ടൊരു യുഗ്മഗാനം. 2 to 9 പാട്ടാന്ന് അറിഞ്ഞൂടെ. ഞാൻ വിചാരിച്ചു ഇതുപോലൊരു ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് സുഖമുള്ളത് ആയിരിക്കുമെന്ന് വിചാരിച്ചു. വന്നപ്പോ ജോൺ ചേട്ടൻ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പാടി. ഞാൻ പറഞ്ഞു ജോൺ ചേട്ടാ, ഞങ്ങൾ വളരെ ഫ്രീ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു ആ പാട്ട് ഞാൻ പാടാം, ഈ പാട്ട് തൽക്കാലം ഞാൻ ട്രാക്ക് പാടാം. എന്നിട്ട് അവരെ ഇത് പഠിച്ചിട്ട് എനിക്ക് ആ പാട്ട് തരാൻ പറഞ്ഞു. അത് മാറ്റി
ആള് കൊള്ളാലോ. എന്ത് പറ്റിയെന്ന് വെച്ചാല് ഫിലിം റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ആ പാട്ടിന്റെ ആ യുഗ്മഗാനത്തിന്റെ ആവശ്യം വന്നില്ല. ആ പാട്ട് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി. അപ്പൊ ഞാൻ അതായിരുന്നു പാടിയിരുന്നെങ്കിലോ. അതാണ് വിധി. തീർച്ചയായിട്ടും. അതെ അതെ. All the best. താങ്ക് യു All the best. താങ്ക് യു റിമി മോളെ. ഓക്കെ അണ്ണൻ തകർക്കണേ. എന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അണ്ണ. ഓക്കെ സൂപ്പർ കലക്കി വളരെ നന്നായിട്ട് പാടി കേട്ടാ.
അണ്ണാ തകർത്തു. അണ്ണാ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാണ്. ഞാൻ വരണോ അങ്ങോട്ട്? പോശക്കൂടെ ചേട്ടാ, അങ്ങോട്ട് ചെല്ലു. വരട്ടെ, പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഓഹോ. അണ്ണാ, ഓ, ഞങ്ങൾ എല്ലാരും അവിടെ ഇരുന്ന് പറയായിരുന്നു, ഒരു രക്ഷയില്ല. അതെ അതെ അതെ, അത് പറഞ്ഞു ബ്ലോട്ടിംഗ് പേപ്പർ അല്ലേ അങ്ങനെ തന്നെ. ഒപ്പിയെടുത്ത് അതെ അതെ അതെ, ശ്രീകുട്ടൻ ചേട്ടന്റെ ആ പാടിയത് അങ്ങനെ തന്നെ ഒരു കൊച്ചിന്റെ ശബ്ദത്തിൽ കേട്ടു. അത്ര അത്ര ഒപ്പിയെടുത്ത് ആരോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കണ്ണൂർ ഞാൻ തന്നെ ആയിരിക്കും. ചിലപ്പോ ഞാൻ സാറ് ഈ ഗൂസ് ബോംസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറഞ്ഞൊരു സംഭവം സൂപ്പർ അതെ 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 അതെ. അപ്പത്തേക്ക് ഇങ്ങനെ രോമ എണീറ്റ് വന്നപ്പോ സാർ ഇങ്ങനെ കഥനം പോയി. ഇവൻ അത് ശ്രദ്ധിച്ചു. അത് ഞാന് ഗ്രൂമേഴ്സ് പറഞ്ഞതായിരുന്നു അങ്ങനെ പാടാൻ. അപ്പൊ ഞാൻ പാടുമ്പോ അതിന്റെ ടെൻഷനില് അടുത്ത വരി മറന്നുപോയതാ. ഓ അത് അതൊന്ന് ശരി. പാടി കേക്കട്ടെ. അവിടെ ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരു പാടുനാളഞ്ഞു പൂന്തന്നലിൽ പൊന്നോളമായി ഒരു പാൽക്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ ഉള്ളോർക്കുടം പോലെ വിങ്ങി കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാം കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു സെയിം. എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി